हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നും 41, 42 തന്നെയാണ്. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരർദേഃ പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേക്ഷണ. ഇന്നത്തെ നാമം 383 ഗുഹ. ഗഹനോ ഗുഹ. ഗഹനോ കഴിഞ്ഞു, ഗുഹ. ഓക്കെ. ഗുഹ മീൻസ് ഗുഹൻ, മറിഞ്ഞിരിക്കുന്നവൻ എന്നർത്ഥം. മറിഞ്ഞിരിക്കുന്നവൻ. ഭഗവാൻ തൻ്റെ സ്വാധീനമുള്ള മായാശക്തി കൊണ്ട്, മായാശക്തി വിലാസം എന്ന് വേണം പറയാൻ, അതുകൊണ്ട് സ്വയം മറിഞ്ഞിരിക്കുന്നതിനാൽ ഭഗവാൻ ഗുഹൻ. അങ്ങനൊരു പേര്, ഗുഹൻ എന്നൊരു പേര് കിട്ടി. സുബ്രഹ്മണ്യ സ്വാമിക്ക് അങ്ങനൊരു പേരുണ്ടായി, ഗുഹൻ. പൊരുൾ മറിഞ്ഞിരിക്കുന്നവൻ അർത്ഥം. ആ അർത്ഥം അതിനുള്ളൂ. ഇവേ പെട്ടെന്ന് കാണാൻ പറ്റാത്ത അഗ്രാഹ്യ ഒക്കെ പറഞ്ഞ അർത്ഥം തന്നെയാണ് ഗുഹൻ എന്നുള്ളതിന്. അപ്പം എല്ലാ ഭൂതങ്ങളിലും ഗൂഢമായി ഇരിക്കുന്ന ഈ ആത്മാവ് ആർക്കും കാണപ്പെടുന്നില്ല എന്ന് വരുന്ന അർത്ഥം വരുന്ന മന്ത്രങ്ങൾ കഠോപനിഷത്തുകളുണ്ട്. മറ്റേ പല ഉപനിഷത്തുകളിലുണ്ട്, കഠോപനിഷത്തുകളിലുമുണ്ട്. പ്രധാനപ്പെട്ടൊരു മന്ത്രമാണത്. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢാത്മാന പ്രകാശതേ ദൃശ്യതേ ത്വഗ്രായ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. 3-ാം വല്ലിയിലെ 12-ാം മന്ത്രമാണത്. ഏഷ സർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ഗൂഢാത്മാന പ്രകാശയെ, ഗൂഢമായിരിക്കുന്നു. ആർക്കും പ്രകാശിക്കുന്നില്ല. ന പ്രകാശത്തെ ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധ്യ, അഗ്രബുദ്ധിയുള്ളവൻ, ധീരന്മാര്, സൂക്ഷ്മദർശികളായ ധീരന്മാർക്ക് ഏകാഗ്രവും സൂക്ഷ്മമായ ബുദ്ധിയും കൊണ്ട് ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധ്യ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. കഠോപനിഷത്തിൻ്റെ മന്ത്രമാണത്. അപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ പിന്നെ ഞാൻ പറയണു, വിഷ്ണു സഹസ്രനാമത്തിലുള്ള നാമങ്ങൾ വെറും നമ്മൾ സന്ധ്യയ്ക്ക് നാമം ചെല്ലുന്ന പോലെ അച്യുതാനന്ദ കൃഷ്ണായ ഗോവിന്ദ അങ്ങനെയുള്ള വെറും പേരുകൾ മാത്രമല്ല, അതിലുള്ള ഓരോ വാക്കിനും അർത്ഥഗാംഭീര്യവും, ഓരോ നാമത്തിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥഗാംഭീര്യവും. അത് വെറുതെ ഭീഷ്മർ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതല്ല. പക്ഷെ അതിനൊക്കെ വേദിക് ബാക്കിംഗ് ഉണ്ട് എന്നർത്ഥം. അത് പറയാനാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. വെറുതെ എന്തെങ്കിലും പറയില്ല. അപ്പോൾ ആ വാക്കുകളുടെ അർത്ഥത്തിനൊക്കെ പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഭഗവത്ഗീതയുടെയും ബ്രഹ്മസൂത്രത്തിൻ്റെ ഒക്കെ ബാക്കിംഗ് ഉണ്ട്. എല്ലാം റെഫറൻസ് കാണാം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്.
ചില സിമ്പിൾ വാക്കുകളുണ്ട്, അത് നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം. പക്ഷേ മെയിനായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉപനിഷത്തിക് ബാക്കിംഗ് ഉണ്ട് എന്നർത്ഥം. ഒക്കെ ബാക്കിംഗ് ഉണ്ട്. എല്ലാ നാമത്തിനും ഉപനിഷത്ത് ബാക്കിംഗ് ഉണ്ടെന്ന് വേണം തന്നെ പറയാം. അപ്പോൾ അവിടെ അത് കണ്ടില്ലേ. ഇതേ അർത്ഥം തന്നെയാണ് 7-ാം അധ്യായത്തിൽ ഭഗവാൻ എന്താ പറയുക, യോഗമാണത്, ജ്ഞാനയോഗം. ഭഗവാൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ അവിടെയും ഈ പ്രയോഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. അവിടെ കുറച്ചുകൂടി ഭംഗിയായിട്ട് പറഞ്ഞു. ആ ഉപനിഷത്തിൽ പറഞ്ഞേക്കാൾ അപ്പോൾ ഉപനിഷത്തിൽ എന്താ പറഞ്ഞേ? ഏഷ സർവേഷു ഭൂതേഷു ഗൂഢാത്മാ ന പ്രകാശതേ ദൃശ്യതേ അഗ്രയാ ബുദ്ധ്യ സൂക്ഷ്മമായ സൂക്ഷ്മദർശിഭി. അല്ലേ? ഈ ഭൂതങ്ങളൊക്കെ ഗൂഢമായിട്ടിരിക്കുന്നു, ഈ ആത്മാവിൽ ആർക്കും എന്നെ കാണാൻ കഴിയില്ല, എന്നാലോ സൂക്ഷ്മദർശികൾക്ക് കാണാം. ഉപനിഷത്തിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അതല്ല, ഭഗവാൻ ഒരു സ്റ്റെപ്പും കൂടി പോയി ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം അർജുനോട്. അതേ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ എടുത്തിട്ട് നാഹം പ്രകാശ സർവസ്യ. മനസ്സിലായില്ലേ? നാഹം പ്രകാശ സർവസ്യ. എന്താ കാരണം? യോഗമായ സമാവൃത മൂഢേയം നാഭിജാനാതി ലോകം മാം അജം അവ്യയം. ലോകമാം അജം അവ്യയം. ലോകമാവജം അവ്യയം. സോറി. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമജം അവ്യയം. അജ്ഞാനത്തിൻ്റെ, അതായത് മായയുടെ പ്രഭാവത്താൽ യോഗമായ സമാവൃത, മായയുടെ പ്രഭാവത്താൽ ഞാൻ ആർക്കും പ്രത്യക്ഷപ്പെടുന്നില്ല. നാഹം പ്രകാശ സർവസ്യ, ഞാൻ ആർക്കും പ്രത്യക്ഷപ്പെടുന്നില്ല. എൻ്റെ പ്രകാശം ആർക്കും ഞാൻ കൊടുക്കുന്നില്ല. എന്തിനാ കാരണം? യോഗമായ സമാവൃത. അത് കാരണം മോഹത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വിഡ്ഢികൾ, as a result of that, people who are caught up in this web of Maya, മൂഢോയം നാഭിജാനാതി, they are not able to understand what? That ലോകോ മാം അജം അവ്യയം. അങ്ങനെയുള്ള ലോകത്തിന് എന്നെ അജനാണെന്നും അവ്യയനാണെന്നും അറിയാൻ പറ്റുന്നില്ല. എനിക്ക് നാശമില്ലാത്തവനാണെന്നും ഞാൻ ജനനമരണമില്ലാത്തവനാണെന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവരെല്ലാം ഈ മായയിൽ പെട്ട് കിടക്കുക. മനസ്സിലായില്ലേ? പ്രത്യക്ഷനല്ല ഞാൻ യോഗമായ ഛന്നമൊരാൾക്കുമേ. തമ്പുരാൻ്റെ തർജ്ജമ. നാഹം പ്രകാശ സർവസ്യ, പ്രത്യക്ഷനല്ല ഞാൻ യോഗമായ ഛന്നൊരാൾക്കുമേ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാം അജമവ്യയം. അജൻ അവ്യയൻ എന്നെ മൂഢലോകമറിഞ്ഞിടാ. നോക്കൂ, മലയാളത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണോ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണോ? എന്തൊരു വിവർത്തനത്തിൻ്റെ ഗാംഭീര്യമായി കാണണം നമ്മൾ. മലയാള ഭാഷയുടെ ഉത്തംഗ ശൃംഗത്തിൽ കൊണ്ട് എത്തിച്ചാലേ കുഞ്ഞിട തമ്പുരാൻ. എന്താ ആ വാക്കുകളുടെ ലാളിത്യം നോക്കൂ. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത, പ്രത്യക്ഷനല്ല ഞാൻ യോഗമായ ഛന്നം ഒരാൾക്കുമേ. സർവസ്യ ഒരാൾക്കുമേ, പ്രത്യക്ഷനല്ല. നാഹം പ്രകാശ മൂഢോയം നാഭിജാനാതി ലോകാമാം അജം അവ്യയം. അജൻ അവ്യയൻ എന്നെ മൂഢലോകമറിഞ്ഞിടാ. അപ്പോൾ ഒരു രീതിയിലും എന്നെ പിടിച്ചാൽ പിടികിട്ടില്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പെർസെപ്ഷൻ ഒന്നും വെച്ച് എന്നെ കാണാൻ പറ്റില്ല. കാരണം ഞാൻ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അന്തര്യാമിയായ ആത്മാവിനെ മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് കാണാത്തത്? അത് ഭഗവത്ഗീത ക്ലിയറാക്കി തന്നെ. എന്തുകൊണ്ടാണ് കാണാത്തത്? മായ.
ഉണ്ടവിടെ, അതില്ലായൊന്നുമില്ല. പക്ഷെ നമുക്ക് കാണുന്നില്ല. ഒരു മറ സൃഷ്ടിച്ചിരിക്കുകയാണ് മായ. നമ്മളുടെ ഉള്ളിലുള്ള മായ തന്നെ, മറ്റേ ഭഗവാന്റെ കൂടെയുള്ള മായല്ല. ആ മായൊക്കെ കഷ്ണമായിട്ട് നമ്മുടെ അടുത്തേക്ക് ചെറിയൊരു മായ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ കൂടെ ഹൃദയശേ അർജുന സർവഭൂതേഷു ലോക ഹൃദയശേ അർജുന തിഷ്ഠതി പറഞ്ഞില്ലേ. നമ്മളുടെ ഒരു ഇന്നർ സെൽഫിൻ്റെ കൂടെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കഷ്ണം മായയുണ്ട്. ശർക്കരയും കൊടുക്കും, ഒരു കൊത്ത് നാളികേരവും കൊടുക്കും. ശർക്കര 2 അച്ചുണ്ടെങ്കിൽ 2 കൊത്ത് നാളികേര കിഴങ്ങ് കൊടുക്കും. അതുപോലെ ഒരു സെൽഫ്, ഒരു പരമാത്മാവിൻ്റെ അംശം നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തേങ്ങാപ്പൂളും കൊടുക്കും, ഒരു മായ. ആളെ ഇതിൻ്റെ ഉള്ളിലുള്ള എഫൾജൻസ് എത്രയുണ്ടോ അതനുസരിച്ചിട്ടൊരു മായം കൊടുക്കും. ബസ് ഒരു മേപ്പടി കഷായത്തിന് കൊടുക്കണ പോലെ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലെ മായ തന്നെയാണത്. അപ്പോൾ നമ്മളുടെ അന്തർയാമിയായിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ആത്മാവിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ണിമായ തന്നെ വേണം പറയാൻ, ആവരണം ചെയ്തിരിക്കുന്നു, മറച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ കാണാൻ വഴി? നമ്മൾ ഭഗവാൻ വിചാരിക്കണം. രണ്ടാമത്, ഈ ഉണ്ണിമായ വഴി മാറി തന്നാൽ മാത്രമേ ഈശ്വര ദർശനം ഉണ്ടാവൂ. ഈ ഉണ്ണിമായ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഭഗവാനെ. അപ്പോൾ ഉണ്ണിമായ ഇവിടുന്ന് സ്വല്പം സ്ഥലം മാറ്റണം. 2 മിനിറ്റ് ഞാനും ഒന്ന് കണ്ടോട്ടെ കുട്ടി, ഒന്ന് മാറിക്കോ എന്ന് പറയണം. അങ്ങനെ തടസ്സപ്പെടുത്തിയാലോ? ഗുരുവായൂർ തൊഴുമ്പോൾ കണ്ടിട്ടോ മേശാന്തിമാരല്ലെങ്കിൽ ശാന്തിക്കാരോ വന്നിട്ട് മുമ്പിൽ നിൽക്കണത്. നമ്മൾ എത്ര അവരെ ചീത്ത പറയും, എന്താ ഇയാൾ ഇങ്ങനെ ഇപ്പം പൃഷ്ഠം കാണിച്ചിട്ട് നിൽക്കണം, ഭഗവാനെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയില്ലേ. എന്താ അത്? യോഗമായ സമൃദ്ധ. അപ്പോൾ ഈ ഉണ്ണിമായ നമ്മളുടെ മനസ്സിൽ നിന്ന് സ്വല്പം ഒന്ന് മാറി തന്നാൽ മാത്രമേ നമുക്ക് ഈശ്വര ദർശനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉണ്ണിമായയുടെ ദയ കാണിക്കണം, ഉണ്ണിമായി നമ്മളോട് ദയ കാണിക്കണം. അതിനാണ് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എന്താ പറയുക, ഒരു വ്യവസായമൊക്കെ നടത്തണം എന്ന് പറയുന്നതേ. സൗകര്യം കിട്ടിയ ഇടയ്ക്ക് ദേവീക്ഷേത്രങ്ങളിലൊന്ന് പോയിട്ട് ദർശനം നടത്തുക. മായദേവി പ്രസാദിക്കട്ടെ അല്ലേ? അതൊക്കെ അവിടെ നിന്ന് തൊഴുതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ എവിടെയായാലും കുഴപ്പമില്ല. ഇവിടെ ചെന്നാലും ഉണ്ണിമായ്ക്ക് മെസ്സേജ് കിട്ടിയോ, അതേ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് മാറി കൊടുക്കും, അവിടെ പറഞ്ഞോളൂ, ചെയ്തോളൂ. ആത്മാവുള്ളിൽ ചെയ്യേണ്ടല്ല, അങ്ങനെ അവിടെ ഇരിക്കണ്ട സ്ഥിരമായിട്ട്. അവ്യയനായിട്ട് യാതൊരു ഇളക്കമില്ലാണ്ട് പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നുണ്ട് പ്രദേശത്തിൽ. ഈ അമ്മയുടെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ ഈ അമ്മയ്ക്കൊന്ന് മാറാനുള്ള മനസ്സുണ്ടായാൽ മതി. അത് നമ്മളുടെ പ്രാർത്ഥന, നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ ചിന്താഗതി. അതുകൊണ്ട് നമ്മുടെ മനസ്സ് മാറ്റണം, ഉണ്ണിമായുടെ മനസ്സ് മാറ്റണം. ശരി, കണ്ടോട്ടെ, കണ്ടു പോണേ. വേഗം കണ്ടുപോകണേന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഉണ്ടാവും അത്, അല്ലേ? ഒരിക്കൽ കണ്ടാൽ മതിയല്ലോ, 10 പ്രാവശ്യം കാണേണ്ട കാര്യം എന്തിനാ? ഒറ്റ പ്രാവശ്യം കണ്ടാൽ പോരെ. ബിംബൊക്കെ ആണെങ്കിലല്ലേ 10 പ്രാവശ്യം കണ്ടോ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന സാക്ഷാൽ ആത്മാവിനെ ഒറ്റ പ്രാവശ്യം കണ്ടാൽ പോരെ. ഗുരുവായൂരപ്പനാണ് നമ്മൾ സങ്കല്പിച്ചിട്ട് ഗുരുവായൂർ പോയി ബിംബം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും പിന്നെയും കാണണം തോന്നും. അതേ ചൈതന്യം, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കാണുന്നത്? ഭട്ടതിരിപ്പാട് പറഞ്ഞൊക്കെ മറന്നോ? അസ്പഷ്ടാണ്, സമ്മതിച്ചു. ദൃഷ്ടമാത്രേ, കണ്ടു എന്ന് വിചാരിക്കുക. ബൈ ചാൻസ് ഉണ്ണിമായ ഒന്ന് മാറി തന്നിട്ട് അഥവാ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുക, യു ആർ ദ വിന്നർ. സ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരഭി പുനരൊരു പിന്നില്ല എന്ന് പറയണം. അതിൻ്റെ അർത്ഥം പിന്നീട് അതിൻ്റെ കാണേണ്ട കാര്യമില്ല. പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്ത് സാക്ഷാത് ഗുരുഭവന പുരേ ഹന്തഭാഗ്യം ജനാനം എന്നല്ല പറയുന്നത്. സ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. അത് പിന്നെ നമ്മുടെ സ്വന്തമായി, ഇപ്പോഴും നമ്മുടെ സ്വന്തം തന്നെയാണ്. ഈ 50 പ്രാവശ്യം കാണിച്ചു തന്നാൽ മതി, നമുക്ക് അത്രേ വേണ്ടോ? മനസ്സിലായില്ലേ? എന്നിങ്ങനെ മാറാനൊന്നും പറയാം, ഒറ്റ പ്രാവശ്യം മാറി തന്നാൽ മതി. മനസ്സിലായോ?
കാരണം ഈശ്വര സാന്നിധ്യം എല്ലായ്പ്പോഴും ഉള്ളിലുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷെ അത് അറിയാനോ സാക്ഷാത്കരിക്കാനോ പറ്റുന്നില്ല. ഇടയ്ക്ക് ഈ അമ്മ കയറി ഉണ്ണിമായ നിൽക്കുന്നതുകൊണ്ട്, വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട്, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കത് പറ്റുന്നില്ല. അധോപനിഷത്തിൽ പറഞ്ഞ പോലെ അതേപോലെ മുണ്ടകോപനിഷത്തിലുണ്ട്. ഗുഹാശയാനിഹിത, ഹൃദയമാകുന്ന ഗുഹയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിഹിത, ഗുഹാശയാനിഹിത, ഗുഹയുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിഹിതം ഗുഹായാം, 2-3 മന്ത്രങ്ങൾ അതിൽ അലക്കി വിട്ടിട്ടുണ്ട് അങ്കിരസ്. നിഹിതം ഗുഹായാം, ഹൃദയഗുഹയിൽ സ്ഥിതി ചെയ്യുന്നു, മറച്ചിരിക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ഉപനിഷത്തിലുണ്ട്. അപ്പോൾ മന്ത്രങ്ങളുടെ കുറവൊന്നുമില്ല. ഋഷിശ്രേഷ്ഠന്മാർ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഭീഷ്മരുടെ കണ്ടുപിടുത്തല്ല, വ്യാസൻ്റെ കണ്ടുപിടുത്തല്ല, ആരുടെയും കണ്ടുപിടുത്തല്ല. അതൊക്കെ സത്യമായ രീതിയിൽ വേദപ്രോക്തങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് ഉപനിഷത്തുകളിൽ. മനസ്സിലായോ? ശ്രീരാമ സീത ലക്ഷ്മണന്മാർ 3 പേര് അവരുടെ വനയാത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ആ പോക്ക്, ആ 3 പേരിൽ ആരായിരുന്നു മുമ്പ് നടന്നിരുന്നത്? അവസാനം ആരാ നടന്നിരുന്നത്? നടുക്കിൽ ആരായിരുന്നു? നോക്കൂ, മഹർഷിമാർ എത്രത്തോളം എവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതെല്ലാം രീതിയിൽ അവരുടെ ഓരോ എന്താ പറയുക പ്രയോഗങ്ങളും അവർ പ്രയോഗിച്ചിട്ടുണ്ട്. ശ്രീരാമൻ ലക്ഷ്മണൻ സീത കാട്ടിൽ കൂടെ നടന്നു പോകും. ആര് മുമ്പ് പോയി, ആര് പിന്നെ രണ്ടാമത് വന്നു, ആര് മൂന്നാമത്, നടുക്കിൽ ആര്, മുമ്പാര്, ബിംബാര്. 6 രീതിയിൽ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ വെച്ചൂടെ നമുക്ക്? ഒന്ന് ചിന്തിക്കും, ഒന്ന് എൻ്റെ കൂടെ വരൂ മനസ്സുകൊണ്ട്. ഒരു രീതി, ലക്ഷ്മണൻ മുമ്പ് നടക്കും, ശ്രീരാമൻ അതിൻ്റെ തൊട്ട് പിന്നെ നടക്കും, സീത പിന്നാലെ നടക്കും. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആവാലോ. ലക്ഷ്മണൻ മുമ്പേ, രാമൻ പിന്നാലെ, സീത അവസാനം. അത് പറ്റുമോ? സെക്യൂരിറ്റി ആംഗിൾ സ്ത്രീകളെ പിന്നിൽ മാത്രമാക്കി വിടാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാക്ഷസന്മാർ വന്നു ഉപദ്രവിച്ചാൽ ഇവർക്ക് എങ്ങനെയാണ് കാണുക? അത് ശരിയല്ല. അപ്പം അത് പറ്റില്ല. അപ്പോൾ വാൽമീകി പറഞ്ഞേ അത് ശരിയാവില്ല, അത് തീർച്ചയാവും. അപ്പോൾ ഏതെല്ലാം കോമ്പിനേഷൻ നമുക്ക് പറ്റും, ആദ്യം തന്നെ അത് തീരുമാനിക്കുക. അപ്പോൾ 6 രീതിയിലുള്ള കോമ്പിനേഷൻ പറ്റും. അതിലൊന്ന് ഇതാണ്. രണ്ടാമത്തത് എന്താ? ലക്ഷ്മണൻ മുമ്പ് നടക്കണു, തൊട്ട് പിന്നിൽ സീത, അതിൻ്റെ പിന്നിൽ ശ്രീരാമൻ. അങ്ങനെയായിക്കൂടെ? അങ്ങനെയാവാം. പക്ഷെ അങ്ങനെ ആയാലത്തെ ദോഷം, ഞാൻ ഇരിക്കുമ്പോൾ അനിയേട്ടൻ കാരണരാവണ്ട എന്ന് പറഞ്ഞ പോലെ ശ്രീരാമൻ ഉള്ളപ്പോൾ ലക്ഷ്മണൻ മുമ്പ് നടക്കുക, ഒരു വഴിക്ക് പോകാൻ, നേതാവായിട്ട് പോകാൻ. ഞാൻ പിന്നാലെ കേട്ടോ, നീ പൊക്കോ ലക്ഷ്മണ. അങ്ങനെ ചെയ്യാം. ഒരു ഉത്തമ പുരുഷനും അങ്ങനെ ചെയ്യില്ല. ഉത്തമ പുരുഷനല്ല, ഒരു അധമ പുരുഷനും അങ്ങനെ ചെയ്യില്ല. ഞാൻ മുമ്പേ കൊണ്ട് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പേടിയുള്ളവരൊക്കെ എല്ലാവരും എൻ്റെ 4 പുറം വന്നിരുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? അതിലെന്താ അർത്ഥമുള്ളത്? ശ്രീരാമൻ അങ്ങനെ ഒരിക്കലും പിന്നാക്കം നിൽക്കുന്ന ആളല്ല. അത് ശ്രീരാമന് സമ്മതിക്കില്ല. അത് മാത്രമല്ല, അത് ശരിയല്ല. ലക്ഷ്മണന് സമ്മതിക്കില്ല. സീതയ്ക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, നിങ്ങളാരും മുമ്പ് നടന്നാലും എനിക്ക് കുഴപ്പം. പക്ഷെ അങ്ങനെയല്ലല്ലോ, ശ്രീരാമൻ ഏട്ടനാണ്. ഏട്ടൻ എങ്ങനെയാണ് മുമ്പ് നടക്കേണ്ട, പിന്നാമ്പുറത്തുകൊണ്ട് നടക്കുക? അപ്പോൾ ആ കോമ്പിനേഷൻ പറ്റില്ല. പിന്നുള്ളത് 2 കോമ്പിനേഷനിൽ ഒന്ന്, സീത മുമ്പ് നടക്കുക, ശ്രീരാമൻ പിന്നാലെ നടക്കുക, ലക്ഷ്മണൻ പിന്നാലെ നടക്കുക. പിന്നത്തെ കോമ്പിനേഷൻ സീത മുമ്പ് നടക്കുക, ലക്ഷ്മണൻ പിന്നാലെ നടക്കുക, പിന്നാലെ രാമൻ നടക്കുക. ഇത് 2 പറ്റില്ല. കാരണം 2ലും സീതയാണ് മുമ്പേ. ഒരു സ്ത്രീയെ മുമ്പ് നടത്തിയിട്ട് കാട്ടിൽ ഏട്ടാനിച്ചന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട്, ഞാൻ ഇനിയിപ്പോൾ കുറച്ച് നേരം നീ മുമ്പിൽ നടന്നോട്ടോ, നടുക്കിൽ നടന്നോ, ഞാൻ പിന്നിൽ നടക്കാമെന്ന് ശ്രീരാമൻ പറയും. അത് കഴിഞ്ഞാൽ ലക്ഷ്മണൻ, ഏട്ടൻ കുറച്ച് പേര് അങ്ങോട്ട് പോരുമോ, ഞാൻ പിന്നാലെ നടക്കാം.
അപ്പം ശ്രീരാമനും ലക്ഷ്മണനും രണ്ടാമതും മൂന്നാമതും നിന്നാലും ഒന്നും കാര്യമില്ല. സീതയെ സംബന്ധിച്ചിടത്തോളം സീതയെ മുമ്പിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു യാത്രയ്ക്ക് അനുവദിക്കില്ല. അപ്പോൾ ആ 2 കോമ്പിനേഷനും പോയി, 4 കോമ്പിനേഷനും പോയി, പറ്റില്ല. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര നിസ്സാര കാര്യങ്ങൾക്ക് പോലും എത്ര ഗഹനമായിട്ടുള്ള ആലോചന കൊണ്ട് ചെന്നിരിക്കണോ നമ്മുടെ മഹർഷിമാർ, ആദികവി. പിന്നുള്ളൊരു കോമ്പിനേഷൻ എന്താ? ആദ്യം ശ്രീരാമൻ നടക്കുക, പിന്നെ ലക്ഷ്മണൻ നടക്കുക, ബാക്കിൽ സീത നടക്കുക. അതും പറ്റില്ലല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞ് വിട്ട് കളഞ്ഞില്ലേ, സെക്യൂരിറ്റി റീസൺ. അതും പറ്റില്ല. പറ്റില്ല. ഓ പറ്റില്ല. സ്ത്രീ പിന്നാലെയാണ്. ശ്രീരാമൻ മുമ്പ് നടന്നാലും ലക്ഷ്മണൻ മുമ്പ് നടന്നാലും ലാസ്റ്റ് നിൽക്കുന്നത് സീതയാണ്. അതൊരു കാലത്തും സമ്മതിക്കില്ല രണ്ടാളും. പിന്നെ അമ്പലത്തിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യും? പിടിച്ചോണ്ടോ എന്ത് ചെയ്യും? വായും മുക്കൊക്കെ കൂത്തിയിട്ട് കിഡ്നാപ്പ് ചെയ്ത് എന്ത് ചെയ്യും? ഇല്ലേ? അപ്പോൾ അത് സമ്മതിക്കില്ല, അതും പറ്റില്ല. ഇനി ആകപ്പാട് 6ാമത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആകപ്പാടുള്ളത് എന്തെന്താ? ശ്രീരാമൻ മുമ്പ് നടക്കുക, സീത നടുക്കിൽ നടക്കുക, ലക്ഷ്മണൻ പിന്നിലും നടക്കുക. ദിസ് ഈസ് ഓക്കെ. തെറ്റുണ്ടോ ഇതിൽ? ഏട്ടനാണ്, ഏട്ടൻ മുമ്പ് നടക്കണു. സീതയ്ക്ക് സെക്യൂരിറ്റി ഉണ്ട്, നേരെ നടുക്കിൽ നടക്കണു. അനുജനാണ്, അനുജൻ ബാക്കിൽ നടക്കണം. അവർ രണ്ടാളും അഗ്രജന്മാരാണ്. ഒന്ന് ഏട്ടനും ഒന്ന് ഏട്ടത്തിയാണ്. അവർ മുമ്പ് നടക്കുന്നു, ഞാൻ അത് പിന്നാലെ നടക്കുന്നു. അവർക്കൊരു കാവലായിട്ട് ഞാൻ പിന്നാലെ നടക്കുന്നു. തെറ്റുണ്ടോ ഇല്ല? അതുകൊണ്ടാണ് വാൽമീകി അത് ചൂസ് ചെയ്തത്. അത് ചൂസ് ചെയ്തപ്പോഴും ചിലവർ അപ്പോൾ ചോദിച്ചു, അവിടെ വാൽമീകിയോട് സംശയം ചോദിച്ചു. തിരുവേനി, വാൽമീകി ചെറിയൊരു സംശയമുണ്ട്. പ്രശ്നമില്ല, ഇത് ഓർഡറാണ്, പക്ഷേ ഒരു പെർഫെക്ഷനും കൂടി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്താ അത് എന്ന് ചോദിച്ചോ? പറഞ്ഞു, ശ്രീരാമനും സീതയും പിന്നെ ബാക്കിൽ ലക്ഷ്മണനും. ഈ ശ്രീരാമനും സീത എന്ന് പറഞ്ഞാൽ ഒരു യങ് കപ്പിളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അതിയായിട്ടില്ല കല്യാണം കഴിച്ചിട്ട്. ദേ ആർ ഹൈലി റൊമാൻറ്റിക്. റൊമാൻറ്റിക് അല്ലെങ്കിൽ വയസ്സായ ഭാര്യ ഭർത്താവാണെങ്കിലും ശരി, അവർക്കൊരു പ്രൈവസി വേണ്ടേ? 14 കൊല്ലാണ് കാട്ടിൽ കഴിയേണ്ടത്. അപ്പം ഈ രീതിയിൽ നടന്നു പോയാൽ മിക്കത് നടപ്പായിരിക്കും. ഈ രീതിയിൽ നടന്നു പോയാൽ ശ്രീരാമന് സീതയോടോ സീതയ്ക്ക് ശ്രീരാമനോടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊന്ന്, വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം കാര്യങ്ങളോ, ഒരു കാട് പുഴകളോ ചെടികളൊക്കെ കാണുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാവില്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് വരില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല 2 വാക്ക് വിളിച്ചു എന്നൊക്കെ വരില്ലേ? ചക്കരെ പൊന്നെ എന്നൊക്കെ വിളിച്ചു എന്ന് വരില്ലേ? ഇതൊക്കെ സഭ്യതയാണോ ലക്ഷ്മണൻ കേൾക്കണത്, അനുജൻ കേൾക്കണത്? അപ്പോൾ ശ്രീരാമന് ഓരോ സമയത്ത് അല്ലെങ്കിൽ സീതയ്ക്ക് ഓരോ സമയത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണും മൂക്കും പൊത്ത കൂട്ടാ എന്ന് പറയണ്ടേ? അത് പറ്റില്ലല്ലോ. അപ്പോൾ ഈ കോമ്പിനേഷനിൽ അങ്ങനെ ചെറിയൊരു അപാകത ഇല്ലേ എന്ന് ചോദിച്ചു വാൽമീകിയോട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അപാകത ഉണ്ടെന്നതിൽ? തോന്നുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്, തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ലേ? എന്തെല്ലാവർക്കും തമ്മിൽ രഹസ്യങ്ങൾ പറയേണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. കല്യാണം കഴിഞ്ഞ് നടന്ന കാര്യങ്ങൾ, പിന്നീട് അവരുടെ ആശ ആഗ്രഹങ്ങൾ, വെറുതെ തമാശ. ഒരു നാട്ടു നടപ്പെന്നുള്ള രീതിയില്ലേ തമാശ? നാട്ടുമര്യാദയില്ലേ ഭാര്യ ഭർത്താവിനെ ഒന്നിച്ചു വിടുക എന്നുള്ളത്? അതെവിടെ അവിടെ പറ്റില്ലല്ലോ. ലക്ഷ്മണനോട് പിന്നാലെ പോയിട്ട് നീ ഒരു മൈൽ പിന്നാക്കെ ഞങ്ങൾ പറയേണ്ടതൊന്നും ചെയ്യേണ്ടതൊന്നും നീ കാണും കേൾക്കും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ല. വാൽമീകിയോട് ചോദിച്ചു, അത് ശരി, എങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ വാൽമീകി ചോദിച്ചു. വാൽമീകി പൊട്ടിച്ചിരിച്ചിട്ട് അതേ, അത് യാതൊരു കുഴപ്പമില്ല അതിന്. അതങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് അവർക്ക് എന്ത് വേണമെങ്കിൽ സംസാരിക്കാം, അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ലക്ഷ്മണൻ അവരെ കാണില്ല. ശ്രീരാമൻ ചെയ്യേണ്ടതൊന്നും ശ്രീരാമൻ പറയേണ്ടത്, ശ്രീരാമനെ കാണാനേ പറ്റില്ല ലക്ഷ്മണന്. അതെന്താ അങ്ങനെ വെച്ചാൽ നടുക്കിൽ ആരാ നടക്കണത്? ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും നടുക്കിൽ ആരാ? മായാദേവി അല്ലേ, ഉണ്ണിമായല്ലേ അത്, സീത മായയല്ലേ. ആ മായ നടുക്കിൽ നിൽക്കുമ്പോൾ എങ്ങനെയായി ലക്ഷ്മണനെ ഏട്ടനെ കാണില്ല. ഏട്ടൻ ഉണ്ടെന്ന് അറിയാമെന്നല്ലാണ്ട് കാണില്ല. മനസ്സിലായോ? കണ്ടോ വാൽമീകിയുടെ ആ കുശാഗ്ര ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ,
ഈ ഉണ്ണിമായാണ് നടുക്കിൽ നിന്നിട്ട് ആളൊക്കെ ഇടങ്ങറാക്കി നിൽക്കുന്നത്, സ്റ്റംബ്ലിംഗ് ബ്ലോക്കാക്കി നിൽക്കുന്നത്. വനവാസയാത്രയിൽ അത് ഉപകാരമായി എന്നുണ്ടെങ്കിലും നമ്മളെപ്പോലെയുള്ളവർക്ക് ഈ ഉണ്ണിമായ വലിയ ശല്യം തന്നെയാണ്. അതുകൊണ്ട് ആ മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ, ആ മായയെ സംഹരിക്കണേ എന്നാണ് പറയുന്നത് ദക്ഷിണാമൂർത്തിയിലെ സ്തോത്ര പ്രാർത്ഥന. മായാശക്തി വിലാസകൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അല്ലേ? ഈ തത്വം അടങ്ങുന്ന ഇതേ ശ്ലോകം തന്നെ വളരെ രസകരമായിട്ട് കൈവല്യോപനിഷത്തിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സന്ദർഭം എന്താ വെച്ചാൽ, മഹർഷിമാര് അല്ലെങ്കിൽ സന്യാസി വര്യന്മാര് അല്ലെങ്കിൽ പൂജ്യന്മാര്, നമ്മൾ വളരെ ആദരിക്കുന്നവരൊക്കെ വരുമ്പോൾ പൂർണ്ണകുംഭം കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. പൂർണ്ണകുംഭം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പത്മഭൂഷൺ കൊടുക്കണ പോലെയാണ്. അതിലും വലിയൊരു സ്വീകരണം, സ്പിരിച്വൽ സ്വീകരണം കൊടുക്കാൻ ആർക്കും പറ്റില്ല. പൂർണ്ണകുംഭമായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുന്നവരെല്ലാവരുടെ അങ്ങേയറ്റത്തെ റെസ്പെക്റ്റ് അങ്ങൊക്കെയുണ്ട്. എല്ലാവരും സാഷ്ടാംഗ നമസ്കരിക്കണ പോലെയാണ് പൂർണ്ണകുംഭം കൊടുക്കുക എന്നുള്ളൊരു ആചാരം. സന്യാസാശ്രമത്തിലെ ആചാരമാണ്. അത് പൂർണ്ണകുംഭം സ്വീകരിക്കാൻ അർഹതയുള്ളവർക്കേ അത് പറ്റുള്ളൂ. അങ്ങനെ ഈ ശിഷ്യന്മാരും മറ്റ് ആരാധിക്കുന്ന ഗണങ്ങളെല്ലാം കൂടി നിന്ന് പൂർണ്ണകുംഭം ഗുരുനാഥന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആരാധ്യനായ പുരുഷൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രം അടർത്തിയെടുത്തിരിക്കുന്നത് കൈവല്യോപനിഷത്തിൽ നിന്നാണ്. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനേകേന മൃതത്വമാനശു പരേണ നാഗം നിഹിതം ഗുഹായം വിഭ്രാജതേ യത്യതയോ വിശന്തി തേ ബ്രഹ്മകാലേഷു പരാന്തകാലേ സമാവൃതാത് പരിമുച്യന്തി സർവേ വിവിക്തദേശേ ച സുഖാസനസ്ഥാ ശുചിം സമഗ്രീവ ശിരശരീര അത്രാശ്രമസ്ഥാ സകലേന്ദ്രിയാണം നിരുദ്ധ്യ ഭക്ത്യ സ്വഗുരും പ്രണാമ്യം ഹൃത്പുണ്ടരീകം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം. മന്ത്രത്തിൻ്റെ ഒരു ഭാഗം. അവിടെ എന്താ പറയണ? ന കർമ്മണ ന വരുന്ന അതിഥിയോട് പറയണ ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനേകേന അമൃതത്വമാനശു. കർമ്മം കൊണ്ടോ സന്താനോൽപാദനം ചെയ്തതുകൊണ്ടോ പ്രജകളെ കൊണ്ടോ ധനം കൊണ്ടോ ഒന്നും അമൃതത്വം കിട്ടില്ല. അമൃതത്വം കിട്ടുന്നത് എന്താ? ത്യാഗേന ഏകേന അമൃതത്വമാനശു. സന്യാസി വര്യനെ ഓർമ്മിപ്പിക്കുകയാണ് സന്യാസ തത്വം എന്താണെന്നുള്ളത്. ഭാരതത്തിലെ ഋഷിമാരുടെ ആ ഒരു ദൃഷ്ടികോണ് നോക്കൂ. ഈവൻ ശിഷ്യന്മാർക്ക് പോലും ഗുരുനാഥന്മാരെ ഓർമ്മിപ്പിക്കാനുള്ള മന്ത്രമാണത്. അവരെ പോലും ഓർമ്മിപ്പിക്കാമെന്ന് പറയുന്നു. നോ സീക്രറ്റ് അബൌട്ട് ഇറ്റ്. ഓ ഇവരോട് ഇതൊക്കെ പറയേ, കുരുത്തക്കേട് കിട്ടിട്ടോ ഉണ്ണിയെ, ഒരു പ്രശ്നവുമില്ല. സത്യമായിട്ട് വിളിച്ചു പറയാൻ ആരോടെ എവിടെ വേണമെങ്കിൽ പറയും, ഒരു കുരുത്തക്കേടും ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ സംസ്കാരം. തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയാം. അതൊക്കെയാണ് നമ്മുടെ വിദ്യ സമ്പാദിക്കാനുള്ള സമ്പ്രദായം. സമ്പാദിച്ചു കഴിഞ്ഞാൽ പോലും ശിഷ്യന് ഗുരുനാഥനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാം, ഉപദേശിക്കല്ല, ഓർമ്മിപ്പിക്കാം. ആ ഓർമ്മപ്പെടുത്തലാണ് ഈ പൂർണ്ണകുംഭത്തിന് കൊടുക്കുന്ന മന്ത്രം ചൊല്ലുന്നത്. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനേകേന അമൃതത്വം. ഇത് സന്യാസിക്ക് അറിയാഞ്ഞിട്ടാ? അറിയാം. എന്നാൽ അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സ് കുളിർക്ക്. ഹാവു, ശരിയാണല്ലേ ഇവർ പറയണത്, മിടുക്കന്മാർ, തത്വങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടികൾ എന്ന് നിറകുടമായിട്ടിരിക്കുന്ന സന്യാസിമാർ പറയും. പൂർണ്ണകുംഭം എന്ന് പറയുന്നത് നിറകുടാണ്. അപ്പം നിറകുടമായിട്ടിരിക്കുന്ന നീ വരുന്ന ആൾ നിറകുടമാണെന്നാണ് സങ്കല്പം. ആ നിറകുടം തുളുമ്പില്ല. സമ്പൂർണ്ണ കുംഭം ന കരോതി ശബ്ദം. അവർ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കില്ല. അപ്പം നിറകുടമായിട്ടിരിക്കുന്ന സന്യാസിമാരെന്താ വിചാരിക്കുക? മിടുക്കൻ, ലോകതത്വം അറിഞ്ഞല്ലോ, എന്താ ആധ്യാത്മികം എന്ന് വെച്ചാൽ അറിഞ്ഞല്ലോ,
ന കർമ്മണ ന പ്രജയാ ധനേന, കേട്ടില്ലേ പറയണത്? അവരിതൊക്കെ പഠിച്ചിരിക്കണു, നല്ല കാര്യം. അങ്ങനെ വിചാരിച്ചിട്ട് ശിഷ്യന്മാരെ അഭിനന്ദിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അല്ല, അങ്ങനൊരു പൂർണ്ണ കുംഭല്ലാത്ത ഒരാളാണ് വരണമെന്ന് വിചാരിക്കുക, കുറച്ച് കാലിയുണ്ട്, ഒരു കാൽഭാഗമൊക്കെ അങ്ങനെ വെള്ളം ഒഴിക്കാവുന്നതാണെങ്കിൽ അവനെന്താ ചെയ്യുക? അവൻ ആലോചിക്കും, ഓഹോ ഇതുണ്ടല്ലേ, ശരി, ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ കളിച്ചാൽ പറ്റില്ല എന്ന് മനസ്സിൽ തോന്നും. അപ്പോൾ സ്വയം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇതൊക്കെ കണ്ടിട്ടാണ് ഇവർ ഉപദേശരൂപത്തിലല്ലാതെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ കൊടുക്കുന്നത്. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേന ഏകേന അമൃതത്വ മാനശു എന്ന് പറഞ്ഞിട്ട് പിന്നെ പരബ്രഹ്മ തത്വത്തിൻ്റെ പ്രകൃതി എന്താന്ന് പറയാണ്, അതിൻ്റെ നേച്ചർ എന്താന്ന് പറയാണ്. അവിടെയാണ് നമ്മുടെ ഈ സന്ദർഭം വരുന്നത്. പരേണ നാഗം നിഹിതം ഗുഹായം വിഭ്രാജതേ യത്യതയോ വിശന്തി. പരേണ നാഗം നിഹിതം ഗുഹായാം, ഗുഹയുടെ ഉള്ളിലാണ് അതിരിക്കുന്നത്. വിഭ്രാജതേ, അത് ഉള്ളിലിരുന്നിട്ടാണ് പ്രകാശിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല അത്. നിഹിതം ഗുഹായാം, അതേ വാക്കന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈവല്യോപനിഷത്തിലെ മന്ത്രമാണ്. അപ്പം എത്ര ഉപനിഷത്തുകളായി ഇതിനെക്കുറിച്ച് പറയുന്നു? കൈവല്യോപനിഷത്ത് പറഞ്ഞു, മുണ്ടകോപനിഷത്ത് പറഞ്ഞു, 2 ദിക്കിൽ പറഞ്ഞു, കഠോപനിഷത്ത് പറഞ്ഞു, ഭഗവത്ഗീത പറഞ്ഞു. എവിടേക്ക് ഇനി വേണമെന്ന് പറയാൻ? ഇന്നിപ്പോൾ ഇതാ ശിഷ്യന്മാർ ഗുരുനാഥൻ വരുമ്പോൾ അദ്ദേഹത്തിനോട് പറയണു ഈ തത്വങ്ങളൊക്കെ. മാർപ്പാപ്പോട് ചെന്നിട്ട് ബൈബിൾ പഠിപ്പിക്കണ പോലെയല്ലേ ഇപ്പം ഇത്? അല്ലേ? അവിടെ അതൊരു പാപമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. വറ്റിക്കന്നെ പിടിച്ച് പുറത്താക്കും. അവിടെ അതൊന്നുമില്ല. പൂർണ്ണകുംഭത്തിന് ചെല്ലേണ്ട മന്ത്രം ഇതാണ്, അതും ആര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഗഹന. ഗഹന എന്നുള്ള നാമം തന്നെയല്ലേ പോയി നമ്മൾ കണ്ടത്? അതെ, ഗുഹ എന്നുള്ള നാമത്തിൻ്റെ പ്രാധാന്യം അതാണ്. ഓക്കെ, അടുത്ത നാമം നമുക്ക് വ്യവസായ. ഗഹനോ കഴിഞ്ഞു, ഗുഹ കഴിഞ്ഞു, അടുത്ത് വ്യവസായ. വ്യവസായം എന്ന് വെച്ചാൽ സ്ഥിരനിശ്ചയമുള്ളവൻ അർത്ഥം. വ്യവസായ. അതിൻ്റെ മുമ്പൊരു കാര്യം പറഞ്ഞില്ല. ഈ ഗുഹ എന്നുള്ളൊരു പദപ്പം നമ്മൾ കണ്ടില്ലേ, നാമം ഗുഹ. അത് ലളിതാ സഹസ്രനാമത്തിൽ അതേ പേരുണ്ട്, നാമം വരുന്നുണ്ട്. ഗുഹ്യ എന്നുള്ളൊരു പേരോട് വരുന്നുണ്ട്. ഗുഹ്യമാണത്ര അമ്മ, സീക്രട്ടായിട്ടിരിക്കുന്നതാണ് അത്ര അമ്മ, ആർക്കും പെട്ടെന്ന് ആരെയും കാണാൻ പറ്റില്ല. ക്ലിങ്കാരി കേവല ഗുഹ്യ കൈവല്യപദദായിനി. കേട്ടോ, അങ്ങനെ ഒരു നാമുണ്ട്. ക്ലിങ്കാരി കേവല ഗുഹ്യ. ഗുഹ്യ എന്നുള്ള നാമം ലളിതാ സഹസ്രനാമത്തിലുണ്ട്. അപ്പം അതും നമ്മുടെ പ്രൂഫിനായി. ഇതൊക്കെ മനസ്സിലിരുന്നോട്ടെ കേട്ടോ. അപ്പം ഇനി വ്യവസായ മീൻസ് സ്ഥിരനിശ്ചയമുള്ളവൻ അർത്ഥം. ഫേംലി ഡിറ്റർമിൻഡ്. അതിൻ്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് വാക്ക് എനിക്ക് തോന്നുന്നു റെസല്യൂട്ട് ആണ് ഇംഗ്ലീഷ് വാക്കെന്ന് എനിക്ക് തോന്നുന്നു. വ്യവസായ എന്നുള്ളതിൻ്റെ ഇൻഡസ്ട്രിയസ് വെച്ചാൽ റെസല്യൂട്ട്, ഡിറ്റർമിൻഡ്, ഇതൊക്കെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. അതിന് വേറെ മലയാളം വാക്ക് നാവുമ്പിൽ പെട്ടെന്ന് വരുന്നില്ല. ഡിറ്റർമിനേഷൻ, ഫേംനെസ്, വ്യവസായ, ദൃഢനിശ്ചയം എന്നൊക്കെ പറയാം. അപ്പം ജ്ഞാനസ്വരൂപനായ ഭഗവാന് ഒരിക്കലും ഒരു സംശയത്തിന് ഇടവരില്ല. നമുക്കൊക്കെയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സംശയം, അതങ്ങനെയാണോ, ദാറ്റ് ബെറ്റർ, ദിസ് ബെറ്റർ, ഏതാ നല്ലത്, അതാണോ നല്ലത്, ഇതാണോ നല്ലത്, ഒക്കെ സംശയമായി. നമ്മൾ തുളസിയിലിട്ട് നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്ത് നോക്കുക, ഒക്കെ സംശയമാണ് നമുക്ക്. സംശയാത്മാ വിനശ്യതി. മറ്റേതല്ല, മറ്റത് വ്യവസായ, ഫേംലി ഡിറ്റർമിൻഡ്. ഒരു സംശയമില്ല ഭഗവാൻ ഒരു കാര്യം ചെയ്യണോടത്ത്. കാരണം ഈസ് ഓൾ നോളജബിൾ, ഓംനിഷ്യൻറ്റ്. ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞ പോലെ ജ്ഞാനാണ് ഭഗവാൻ. പിന്നെ എന്ത് സംശയം വരാനാ? ഈസ് വെരി റെസല്യൂട്ട്, ഈസ് സോ ഡിറ്റർമിൻഡ്, ഈസ് സോ ഇൻഡസ്ട്രിയസ്, ഈസ് സോ സിംഗിൾ പോയിൻറ്റഡ്.
അപ്പോൾ ജീവിതത്തിൽ ജയവും വ്യവസായം എന്ന് വെച്ചാൽ കച്ചവടമല്ലേ, തെറ്റിദ്ധരിക്കരുത്. വ്യവസായം എന്ന് വെച്ചാൽ ഡോണ്ട് ട്രാൻസ്ലേറ്റ് ഇറ്റ് ആസ് കച്ചവടം. അപ്പോൾ ജയം വ്യവസായം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെയാണ് അർജുന. ഇവിടുത്തെ ജയം എന്നും വ്യവസായം എന്നൊക്കെ പറയേണ്ടത് ഐ ആം ദ സെയിം, ഞാൻ തന്നെയാണ്. രണ്ടും രണ്ടല്ല. ജയവും വ്യവസായവും രണ്ടും രണ്ടല്ല. ദേ ഗോ ടുഗദർ. ജയോസ്മി വ്യവസായോസ്മി, ജയോസ്മി വ്യവസായോസ്മി. ജയം ഞാൻ, വ്യവസായം ഞാൻ, ഇത് രണ്ടും ഞാനാണ്. വിഭൂതി യോഗത്തിൽ 10-ാം അധ്യായത്തിൽ പറയേണ്ട ഭഗവാൻ. മാത്രമല്ല വിജയികളുടെ ജയം, ഉദ്യമനശാലികൾക്കുള്ള ഉദ്യമം, അല്ലേ? വിജയികളിലുള്ള വിജയം, ദ വിക്ടറി ഇൻ ദ വിക്ടോറിയസ്, ഇല്ലേ? ജയിക്കപ്പെട്ട ആളിലൊരു ജയമില്ലേ, ആ ജയം ഞാനാണ്. ഉദ്യമശാലികൾക്ക് ഒരു ഉദ്യമമില്ലേ, ഇൻഡസ്ട്രിയസ്, അതാരാ? അത് ഞാൻ തന്നെ. 2-ാം അധ്യായത്തിലും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എവിടെ നോക്കിയാലും തന്നെയാണ്. നമുക്ക് ഇന്ന് ഇത് എന്താ പറയണ, വിഷ്ണു സഹസ്രനാമങ്ങളെ നമുക്ക് ഉപനിഷത്ത് മാർഗത്തിലൂടെയും ഭഗവത്ഗീത മാർഗത്തിലൂടെ ഒന്നും കല്ലും മുള്ളും തട്ടാണ്ട് ഒന്ന് താഴ്ത്തു പൊന്തി കിടക്കണ വേരോ അല്ലെങ്കിൽ വലിയൊരു കല്ലോ ഒന്ന് തട്ടാണ്ട് താഴത്തേക്ക് വീഴാണ്ട് നടക്കാൻ പറ്റില്ല. വഴി മുഴുവൻ നിറച്ചിട്ടിരിക്കുന്നത് ഇതാണ്. അതിൽ നിന്നാണ് ഭഗവീശ്വരർ എവിടെയെങ്കിലും പിക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള 10,000 നാമങ്ങൾ വെച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തട്ടാണ്ടി മുട്ടാണ്ടി നമുക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭഗവത്ഗീതയിലേക്കും ഉപനിഷത്തിലേക്കും ഒക്കെ പോകേണ്ട ആവശ്യം വരുന്നത്. വളരെ നല്ലതുമാണ്. പഠിക്കാനൊരു സൗകര്യമില്ലേ നമുക്ക്, അല്ലേ? ഇപ്പം 2-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദശ്ച ബുദ്ധിയോ അവ്യവസായിനോ. വ്യവസായാത്മികൻ്റെ ബുദ്ധി, വ്യവസായ സ്വഭാവമുള്ളവൻ്റെ ബുദ്ധി ഏകേഹ കുരുനന്ദന, ഇറ്റ് ഇസ് സിംഗിൾ പോയിന്റഡ്. വ്യവസായാത്മികമായിട്ടുള്ള ബുദ്ധി ഒന്നായി ഉറച്ചു നിൽക്കുന്നു. സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ ടു ദ ജോബ് ഓൺ ഹാൻഡ്. ഏകേഹ കുരുനന്ദന, ഒറ്റ മാർഗത്തിൽ ഒറ്റ ദിശയിലെ ആ കോൺസെൻട്രേഷൻ പോവും. മനസ്സിൻ്റെ സിംഗിൾ പോയിന്റഡ്നെസ്. ബഹുശാഖാഹ്യനന്ദശ്ച, പല ശാഖകളായിട്ടും പല രീതിയിലും. ബുദ്ധിയോ അവ്യവസായിനോ, വ്യവസായി അല്ലാത്തവന്, അവ്യവസായിക്ക് കർമ്മത്തിൽ നിശ്ചയ സ്വരൂപ ബുദ്ധി എന്താ പറയണ്ട, ദൃഢനിശ്ചയമില്ലാത്തവന് ബുദ്ധി, വ്യവസായ ബുദ്ധി ഇല്ലാത്തവരുടെ ബുദ്ധി പല ശാഖകളായി കൂടി പല അനേക മാർഗങ്ങളിലേക്ക് സ്പ്ലിൻറ്റേഴ്സായിട്ട് തിരിഞ്ഞു പോകുന്ന സ്പ്ലിൻറ്റേഴ്സ്. അപ്പോൾ ഒരു കർമ്മം നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, വ്യവസായാത്മിക ബുദ്ധി എന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിലായിരിക്കും സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ. നത്തിങ് എൽസ് ഈസ് ഗോയിങ് ടു ഡിസ്റ്റർബ് യു. ഡു ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ. ആ ഡു ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ വേണമെങ്കിൽ ദ ബെസ്റ്റ് ഇൻ യു ക്യാൻ കം ഔട്ട്. എപ്പോഴാണ് വരിക? നമ്മളുടെ ബുദ്ധി കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ വീട്ടിലെ കാപ്പിയും പപ്പടം ചുട്ടതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കർമ്മം കുളത്തിലാവും. കർമ്മം കുളത്തിലായാൽ ഫലം കുളത്തിലാവും. ഫലം കുളത്തിലായാൽ നമ്മൾ കുളത്തിലാവും. ആ സമയത്ത് ജോലി എടുക്കുന്ന ജോലി, അവിടെ നത്തിങ് എൽസ് ഷുഡ് കം ഇൻ യുവർ വേ. അതാണ് സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ, വ്യവസായാത്മിക ബുദ്ധി. ഒരേ മനസ്സ്, ഒരേ ബുദ്ധി, ഷാർപ്പായിട്ട്. അതില്ലാത്തവരോ വ്യവസായാത്മിക അവ്യവസായികളുടെ ബുദ്ധി എന്താ പോണ്? പല ശാഖകളോടും കൂടി അനേകങ്ങളുമായി സ്പ്ലിൻറ്റേഴ്സായിട്ട് പോവും. ബഹുശാഖാഹി അനന്തശ്ച ബുദ്ധിയോർ അവ്യവസായിനോ എന്ന് പറയുന്നത്. വ്യവസായം അല്ലാത്തവരുടെ ഗതി ഇതാണ്. കോൺസെൻട്രേഷൻ കിട്ടില്ല അവർക്ക്.
വീട്ടിലിരിക്കുമ്പോൾ രാമഞ്ചലായിരിക്കുമ്പോഴാണ് ചിലർ നോക്കിയിട്ടുണ്ടോ എന്തൊരു തിരുപ്പറങ്ങലാണ് രാമഞ്ചല്ലാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈ ഒരു സത്സംഗന് പോയാലും ശരി അവർക്ക് ഇങ്ങനെ വെറുതെ മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല. ചിലവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവരുടെ ബുദ്ധി അവരുടെ നിയന്ത്രണത്തിലല്ല. പിടിച്ചാൽ കിട്ടില്ല. ഇവിടെ ഇരിക്കടാ അവിടെ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടല്ലെങ്കിൽ മനസ്സ് കയ്യും കാലും ദേഹത്തിൻ്റെ ഇളക്കം മാത്രമല്ല മനസ്സും അവിടെ ഒന്നും ആവില്ല. മനസ്സ് ആ സപ്താഹം കേൾക്കണോടത്തൊന്നും ഒന്നും ആവില്ല മനസ്സ്. അല്ലേ? കൃഷ്ണായ ഗോവിന്ദായ വാസുദേവായ എന്നാൽ അടുപ്പത്തെന്താ കരിയുണ്ട് തോന്നുന്നുള്ള ലക്ഷ്മിക്കുട്ടിയെ ഒന്ന് നോക്കുമോ? കൃഷ്ണ നാരായണ ഗോവിന്ദ കുട്ടിയെ കുട്ടികൾ വന്നില്ലേ എന്ന്? എന്താ വൈകാൻ? കൃഷ്ണ ഗോവിന്ദ ഗുരുവായൂരപ്പ എന്താ ഇതിൽ കാര്യം? ഒന്നുകിൽ കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. അവിടെ കുട്ടികളും ഇല്ല, അടുപ്പത്തെ കൂട്ടാനും ഇല്ല, ലക്ഷ്മിക്കുട്ടിയില്ല, ആരുമില്ല അവിടെ. അതല്ലാത്തവനോ ബഹുശാഖാഹനന്ദശ്ച. അവിടെ ലക്ഷ്മിക്കുട്ടിയായി, അടുപ്പായി, കൂട്ടാനായി, സ്കൂളിൽ നിന്ന് വരേണ്ട സുശീലയായി, ഗോവിന്ദൻകുട്ടിയായി, രാമനായി, ആകെ വെള്ളം. ബഹുശാഖ അനന്തശ്ച ബുദ്ധിയോ അവ്യവസായിനോ നിശ്ചയാത്മികയം ബുദ്ധി ഇങ്ങൊന്നേ കുരുനന്ദന. നിശ്ചയാത്മികമായ ബുദ്ധി ഇങ്ങൊന്നേ കുരുനന്ദന. ഒരൊറ്റ സിംഗിൾ പോയിന്റഡ്നെസ്. നിശ്ചയം വന്നിടാത്തവർക്ക് അവ്യവസായ എന്നുള്ളൊരു വാക്കിൻ്റെ തർജ്ജമ കേട്ടു നിങ്ങൾ? നിശ്ചയം വന്നിടാത്തവർക്ക് ബുദ്ധി ഛിന്നയനന്തമം. ബുദ്ധി ഛിന്നം അനന്തമം. ബഹുശാഖ അനന്തശ്ച. ബുദ്ധി ചിന്നി ചിതറിയിട്ട് അനന്തമായിട്ട് കിടക്കുന്നു. പല മാർഗങ്ങളിലേക്ക് അത് പോകും. ഒരു കോൺസെൻട്രേറ്റഡ് അറ്റൻഷൻ ഉണ്ടാവില്ല. മനസ്സിൻ്റെ ഓസിലേഷൻ ഓർ വാസിലേഷൻ ഓർ പെൻഡുലേറ്റിംഗ് അതൊക്കെ നിൽക്കണം. ഒരേ അറ്റൻഷനിലേക്ക് ഇങ്ങനെ പോകണം. സിംഗിൾ പോയിന്റഡ് ഡിവോഷൻ ആയിരിക്കണം. ഇതൊരു വർക്ക് മാനുവൽ അല്ലേ? ഒരു HR ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമല്ലേ ഈ ശ്ലോകം? ആലോചിച്ച് നോക്കൂ. പേഴ്സണൽ മാനേജ്മെൻറ്റുകാരും അല്ലെങ്കിൽ HR ആൾക്കാരും ഒക്കെ മാനേജ്മെൻറ്റിന് ക്ലാസ് എടുക്കേണ്ട ശ്ലോകം ഇതല്ലേ? ഹൗ ടു ബി അറ്റ് യുവർ വർക്ക് സ്പോട്ട്, ഹൗ ടു ഡീൽ വിത്ത് യുവർ വർക്ക് ഓൺ ഹാൻഡ്. ഓഫീസിലായാലും കൊള്ളാം. ഒരു ഫയൽ എങ്ങനെ ഡീൽ ചെയ്യും? ഒരു ഫയലിനോട്ട് വായിച്ച് നോക്കിയില്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻസൊക്കെ വായിച്ച് നോക്കുമ്പോഴാണോ ഇല്ല എന്ന് സുശീല നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോഴാണ് ആലോചിക്കുക. അപ്പോൾ വെച്ചു പേനയെ മനസ്സിലാക്കാൻ അവിടെ വെച്ചു. സമയം എത്രയും 3:45. അയ്യോ ഞാൻ നാളെ നോക്കാം കേട്ടോ. മടക്കി വെച്ചു, ഓടി. എന്താ കാരണം? വ്യവസായ ബുദ്ധിയല്ല. വ്യവസായ ബുദ്ധി ഉള്ളവൻ 4 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ 4 മണിക്ക് പോകേണ്ടതിൽ അവൻ്റെ നോട്ടം മുഴുവൻ. അപ്പോൾ 4 മണിക്ക് മുമ്പ് തീർക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊന്നും അവൻ എടുക്കില്ല. തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവൻ എടുക്കില്ല. അതാണ് കഴിവ്. പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് 3:55 ആയാൽ താനും സ്ഥലം വിടും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും വ്യവസായാത്മിക ബുദ്ധി വേണം. ഭാര്യയും കുട്ടികളായിട്ട് പുറത്തേക്ക്, അവിടെയും വ്യവസായാത്മിക ബുദ്ധി വേണം. ഭാര്യയും കുട്ടികളായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളുടെ ശ്രദ്ധ വയ്ക്കണം എന്നല്ലാണ്ടേ ഓഫീസ് ഫയലിൽ ഞാൻ എന്താ എൻ്റെ മുകളിൽ എഴുതിയേ, അങ്ങനെയാണ്. വേറൊരു ഫയലും കൂടി ഉണ്ടായിരുന്നു, അതതിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടൊന്നുമില്ല. ഈ പ്യൂൺമാരുടെ കാര്യമൊന്നും പറയണ്ട. അപ്പം പോയി ഓഫീസിലേക്ക്. വീട്ടിൽ വന്നാൽ മനസ്സ് ഓഫീസിൽ പോയി. ഓഫീസിലിരുന്നാൽ മനസ്സ് അപ്പം ഓടി ഇങ്ങോട്ട് വരും. ഇല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും, ഇല്ലെങ്കിൽ ക്ലബിലേക്ക് പോകും. ഇങ്ങനെ മറിഞ്ഞ് നോക്കും. ബഹു ശാഖ അനന്തശ്ച. എങ്ങോട്ടൊക്കെ പോകാമെന്ന് ഒരു പിടിയില്ല. അനന്തശ്ച. എത്ര സ്പ്ലിൻഡർ വേണമെങ്കിൽ ഉള്ളുന്നുണ്ട്. ബുദ്ധിയോ അവ്യവസായിനോ. അവ്യവസായികളായിട്ടുള്ള ബുദ്ധികൾക്ക് ഇതാണ്. അല്ലാത്തവർക്കോ ഏകേഹ കുരുനന്ദന. നത്തിങ് എൽസ് വിൽ ഡിപ്രൈവ് ദം. നത്തിങ് എൽസ്. സ്വതന്ത്ര പോരാട്ടം നടക്കുന്ന സമയത്ത് കള്ളക്കേസുകളിൽ കുടുക്കിയിട്ട് ബ്രിട്ടീഷുകാർ
ഇന്ത്യയിലെ പ്രബുദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അവർ അറസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന നേരത്ത് ബാലഗംഗാധർ തിലക് ബോംബെ ഹൈക്കോർട്ടിൽ നിന്ന് വാദിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ടെലിഗ്രാം കൊണ്ടുവരുന്ന ഒരാളെ ഭാര്യ മരിച്ചു പറഞ്ഞിട്ട് അങ്ങോട്ട് മേടിച്ച ടെലിഗ്രാം വായിച്ച് അങ്ങനെ പോക്കറ്റിലിട്ടു. ആർഗ്യുമെൻ്റ് കണ്ടിന്യൂഡ്. അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. ലിവിങ് എക്സാമ്പിൾ. അതുകൊണ്ട് എല്ലാത്തിലും അശ്രദ്ധയായിട്ട് പോകണമെന്നല്ല പറഞ്ഞത്, ഒരു എക്സ്ട്രീം എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. വർക്ക് ചെയ്യുന്ന നേരത്ത് ആ വർക്കിൽ കോൺസെൻട്രേഷൻ. ആർഗ്യുമെൻ്റ് മീൻസ് ആർഗ്യുമെൻറ്റിലെ കോൺസെൻട്രേഷൻ. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം. അതാണ് ഈ നാമത്തിൻ്റെയും താല്പര്യം. വ്യവസായ. ഭഗവാൻ അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചെയ്യില്ല. ശരീരം കൊണ്ട് ചെയ്താലും മനസ്സ് മുഴുവൻ അവിടെ ആവും. മനസ്സ് മുഴുവൻ അവിടെ ആവും. 10 കാര്യങ്ങളോ 8 കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യുന്ന ചില എക്സസൈസ് ഉണ്ട്. അതൊക്കെ ശാരീരിക മനസ്സിൻ്റെയൊക്കെ എക്സസൈസാണ്. അഷ്ടാവധാനി എന്നൊക്കെ പറയും. 8 കാര്യങ്ങളൊപ്പം ചെയ്യും. ഒരാളിങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, 1 2 3 4 എന്ന്. അതേ സമയത്ത് ഇദ്ദേഹം ചതുരംഗം കളിക്കാവും. ഒരു കുട്ടി നിന്ന് പാടുണ്ടാവും, ഒരു കുട്ടി നിന്ന് ഭഗവത്ഗീത വായിക്കുന്നുണ്ടാവും. ഇങ്ങനെ 8 പേര് 8 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇദ്ദേഹം ചതുരംഗവും കളിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് ഇങ്ങോട്ട് എത്രാമത്തെ മണി അടിച്ചു കഴിച്ചാൽ 43ാമത്തെ മണി അങ്ങോട്ട് അടിച്ചേ പറയും. അതിലും കോൺസെൻട്രേഷൻ ഉണ്ട്. ഈ പാട്ട് നിർത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതും പറയും. എന്തരോ മഹാനുഭാവലു എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവലു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തി, പാടിയിട്ടില്ല എന്ന് പറയും. അതൊക്കെ റെയർ ജീനിയസ് പീപ്പിൾ. എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ കോൺസെൻട്രേഷൻ വെച്ച് ചെയ്യാവുന്ന അഷ്ടാവധാനികളുണ്ട്. നമ്മൾ അവരെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, നമ്മൾ സാധാരണക്കാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. an Arjuna like man, a warrior facing challenges of life. അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് ഈ വ്യവസായ എന്നുള്ളത് പറയുന്നത്. അല്ലാണ്ട് എക്സ്ട്രീം ജീനിയസ്. ഭഗവാനിപ്പോൾ എന്ത് കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ അങ്ങനെ വേണേൽ ചെയ്തുകൂടെ. അതൊക്കെ മനസ്സിൻ്റെ ഫാക്കൽറ്റിയും ബുദ്ധിയുടെ ഫാക്കൽറ്റിയൊക്കെ വികസിപ്പിച്ച് തപസ്സുകൊണ്ട് വികസിപ്പിച്ചെടുത്ത് എത്രയോ കാലം എക്സസൈസ് ചെയ്ത് കിട്ടുന്ന ചില സംഭാവനകളാണ്. അതൊക്കെ വേറെ. ദാറ്റ് ഈസ് ഓൾ. അതൊന്നും ഈ ജനറൽ നിയമത്തിലേക്ക് അതിനൊന്നും കൊണ്ടുവരരുത്. അതൊക്കെ വേറെ. അതൊക്കെ സുഹൃതം ചെയ്തിട്ടുള്ള ജന്മങ്ങളാണ്. അങ്ങനെ അതൊന്നും കമ്പയർ ചെയ്യരുത് നമ്മൾ. അതൊക്കെ വെരി റെയർ തിങ്സ്. റെയറിറ്റി ഷുഡ് നോട്ട് ബി ടേക്കൺ ഫോർ കോമണാലിറ്റി. മനസ്സിലായോ? അത് വേറെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതാണ് വ്യവസായ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷനോടുകൂടി കാര്യം ചെയ്യുക. ഭഗവാന് അങ്ങനെയാണ്. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം. അദ്ദേഹത്തിന് അവ്യവസായി ആവേണ്ട യാതൊരു കാര്യമില്ല. കാരണം എല്ലാ കോൺസെൻട്രേഷനും അദ്ദേഹത്തിന് ഒരു ദിക്കിലേക്ക് കൊണ്ടുവരാം. തേരോടിക്കുകയാണെങ്കിൽ തേരോടിക്കുക, നത്തിങ് മോർ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നാമം 384 കഴിഞ്ഞു. അടുത്ത നാമം നമുക്ക് നാളെ കാണാം. 384 കഴിഞ്ഞു വ്യവസായം. 385 നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനി ഗുരുവായൂരപ്പ.